ഇന്ന് രാവിലെ എണീറ്റ് പല്ലേപ്പും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം കഴിക്കുന്ന സാധനം ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ പായസമാണ്. പായസം എന്ന് പറഞ്ഞാൽ നമ്മുടെ സേമിയ പായസം. അപ്പോൾ എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും എന്താ വെറുതെ നിങ്ങളുടെ വീട്ടിൽ എന്നൊന്നും സേമിയ പായസം വെക്കുമെന്ന്. ഇല്ല ഗൈസ്, ഇന്ന് ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നാളെ നമ്മുടെ പള്ളിയിൽ പെരുന്നാളാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞൊക്കെ വന്നിട്ടുണ്ട്, മോനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേമിയ പായസം വെക്കണമെങ്കിൽ പണ്ട് തൊട്ടേ ഒന്നെങ്കിൽ ആരെങ്കിലും ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറിക്ക് വന്നാൽ മാത്രം എന്തെങ്കിലും വിശേഷം ഉണ്ടല്ലേ സേമിയ പായസം വെക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ വെച്ചപ്പോൾ ഞാൻ പല്ല് വെച്ച് വഴിയെ എനിക്ക് ഇത് കഴിക്കാനുള്ള ത്വരയായിരുന്നു. അപ്പോൾ സാമ്പാറൊന്നും കഴിക്കാനായിട്ടുള്ള ഒരു തോന്നിയില്ല ഗീസ്. എനിക്ക് പായസങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം സേമിയ പായസമാണ്. ആരെങ്കിലും ഉണ്ടോ സേമിയ പായസത്തിൻ്റെ ലവേഴ്സ്? പണ്ട് തൊട്ടേ എൻ്റെ ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ വെക്കുന്നൊരു പായസം വന്നത് ഇതാണ് കേട്ടോ. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പായസമാണ് സേമിയ പായസം. ഈ സേമിയ പായസത്തിൽ നിന്നും സേമിയ എടുത്തിട്ട് ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്തിട്ട് നമ്മൾ സേമിയ ഐസായിട്ടൊക്കെ കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇന്ന് രാവിലെ തന്നെ അതിരത്തിൽ തുടങ്ങിയോണ്ട് ഇന്നത്തെ ദിവസം നല്ല ദിവസമായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരം നമുക്ക് പള്ളിയിൽ പോകണം. അപ്പോൾ എന്തായാലും പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ഈ പായസം മൊത്തം കുടിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ നമുക്ക് പോകാനായിട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ബാക്കി പായസം മൊത്തം പിടിച്ചെടുക്കാനായിട്ടാണ്.